ശ്വാസകോശത്തിലെ ശ്വാസനാളങ്ങളിലുണ്ടാകുന്ന നീർക്കെട്ടിനെ തുടർന്ന് ഫ്രാൻസിസ് പാപ്പായെ ജമല്ലി പോളിക്ലിനിക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. കുറച്ച് ദിവസങ്ങളായി ബ്രോങ്കൈറ്റിസ് സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് പാപ്പ ബുദ്ധിമുട്ട് നേരിടുകയായിരുന്നു. ആവശ്യമായ ചില രോഗനിർണയ പരിശോധനകൾക്ക് വിധേയനാക്കുന്നതിനും ബ്രോങ്കൈറ്റിസ് ചികിത്സ തുടരുന്നതിനുമായാണ് ഫ്രാൻസിസ് പാപ്പായെ ആശുപത്രിയിൽ പ്രവേശിച്ചതെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. 88-കാരനായ പരിശുദ്ധ പിതാവ് കഴിഞ്ഞ ആഴ്ചയുടെ ആരംഭം മുതൽ ബ്രോങ്കൈറ്റിസിന്റെ ആദ്യ ലക്ഷണം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഫെബ്രുവരി 5 ബുധനാഴ്ച പോൾ ആറാമൻ ഹാളിൽ കടുത്ത ജലദോഷമുണ്ടെന്നും സന്ദേശം വായിക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുകയാണെന്നും പാപ്പ പറഞ്ഞിരുന്നു. തൊട്ടടുത്ത ദിനം പാപ്പായ്ക്ക് ശ്വസിക്കാൻ പ്രയാസമുണ്ടെന്നും വത്തിക്കാൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് വിവിധ കൂടിക്കാഴ്ചകൾ പേപ്പൽ വസതിയായ കാസ സാന്താ മാർത്തയിലേക്ക് മാറ്റിയിരുന്നു. വലത് കാൽമുട്ടിലെ തുടർച്ചയായ വേദന, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഏതാനും വർഷങ്ങളായി ഫ്രാൻസിസ് പാപ്പ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഫ്രാൻസിസ് പാപ്പായെ ഇതിനു മുൻപ് അവസാനമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാപ്പായുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു.